അപ്പം ഇത് PCR Garden Mall Nursery വിസിറ്റിൻ്റെ പാർട്ട് 2 വീഡിയോയാണ്. അപ്പം നമ്മൾ പാർട്ട് 1 കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഈ ഹോൾസെയിൽ പ്ലാന്റ് ഏരിയയിലേക്ക് കടക്കുന്നിടം വെച്ചിട്ടായിരുന്നു. അപ്പം ഇങ്ങനെ ഒരു ഹൗസ് ഇവിടെ സെറ്റ് ചെയ്തിട്ട് അതിൽ നിറയെ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. അപ്പം ഇതൊന്നും നമുക്ക് വാങ്ങാനായിട്ട് പറ്റില്ല. അതായത് ഒരുമിച്ച് പ്ലാന്റ്സ് എടുക്കുകയാണെങ്കിൽ നഴ്സറികളൊക്കെ തുടങ്ങാനായിട്ട് ഒരുമിച്ച് പ്ലാന്റ്സ് എടുക്കണവർക്ക് ബൾക്കായിട്ട് വാങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. ഇവിടത്തെയും വിലകൾക്കും നല്ല വ്യത്യാസമുണ്ട്. നമ്മൾ വാങ്ങണതിൻ്റെയും ഏകദേശം പകുതി വിലയ്ക്കാണ് ഇവർ ഹോൾസെയിലായിട്ട് കൊടുക്കുമ്പോൾ കിട്ടണത് കേട്ടോ. പിന്നെ ഇവിടെ ഒരു സക്യുലൻസിൻ്റെ വളരെ വലിയൊരു കളക്ഷൻ തന്നെയുണ്ട്. ഒരു 3 റോ നിറയെ സക്യുലൻസും കാക്ടസും ആണ്. ഒരുപാട് കളക്ഷൻസ് ഇവിടെ എനിക്ക് കാണാനായിട്ട് സാധിച്ചു. ഞാൻ കണ്ടിട്ടില്ലാത്ത പല സക്യുലൻസ് ഇവിടെ ഉണ്ട്. ഈ ഒരു റോകൾ മൊത്തം സക്യുലൻസ് ആണ്. പിന്നെ ഫിറ്റോണിയ പ്ലാന്റ്സ് ഉണ്ട്, പെപ്രോമിയ പ്ലാന്റ്സ്, അങ്ങനെ കുഞ്ഞു ചെടികളുടെയൊക്കെ ഒരു വലിയ കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട്. ഹാവോർത്തിയ പ്ലാന്റ്സ് ആണ്. പിന്നെ ഇത് ഹോയ പ്ലാന്റ് ആണ്, ലവിൻ്റെ ഷേപ്പിലുള്ള ഹോയ പ്ലാന്റ്. പിന്നെയും പല ഹാവോർത്തിയയുടെ പല കളക്ഷൻസ്. പിന്നെ ഇവിടെ ഫിറ്റോണിയാസും അതുപോലെ തന്നെ പെപ്രോമിയാസും ആണ് ഈ ഒരു ഏരിയയിൽ കാണുന്നത്. ഫിറ്റോണിയാസിൻ്റെ തന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. പല വെറൈറ്റീസിലുള്ള ഫിറ്റോണിയാസ് ഉണ്ട്. പിന്നെ ഇതെല്ലാതും പെപ്രോമിയ പ്ലാന്റ് ഉണ്ട്. പെപ്രോമിയയുടെ ഇത് ഇങ്ങനത്തെ പെപ്രോമിയാസ് ഉണ്ട്, അതുപോലെ വെരിഗേഷൻസ്. ഇതിനൊക്കെ ഒരു 60 രൂപയാണ് ഈ കാണുന്ന പെപ്രോമിയയ്ക്കുള്ളത്. പക്ഷെ നമ്മുടെ പുറത്തുനിന്നുള്ള ഇത് നോക്കുമ്പോൾ ഏകദേശം 150 രൂപയ്ക്കാണ് അവർ ഒറ്റയായിട്ട് വിൽക്കുന്നത്. ഹോൾസെയിലായിട്ട് എടുക്കുമ്പോൾ 60 രൂപയുള്ളൂ. പിന്നെ ഇത് വേറൊരു ടൈപ്പ് ഓഫ് പെപ്രോമിയാസ് ആണ്. ഇതിനും ഏകദേശം 50-60 രൂപയാണ് അവർ എഴുതിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതെല്ലാം തന്നെ സക്യുലൻസ് ആണ്. സക്യുലൻസിനും ഏകദേശം 60-70 ആ ഒരു റേഞ്ചിലാണ് ബൾക്കായിട്ട് എടുക്കുമ്പോൾ കിട്ടുന്നത്. പുറത്ത് നോക്കുമ്പോൾ ഏകദേശം 150-160 രൂപയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് വളരെ ക്യൂട്ടായിട്ടുള്ളൊരു സക്യുലൻ്റാണ്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അധികം വലിപ്പമില്ലാത്ത കുറച്ച് സക്യുലൻസാണിത്. പിന്നെ കാക്ടസുകളുണ്ട്, ബണ്ണിയർ കാക്ടസൊക്കെ ഉണ്ട്. ഇവിടെ ചില സക്യുലൻസൊക്കെ ഫ്ലവർ ചെയ്ത് നിൽക്കുന്നുണ്ട്. കണ്ടോ, ഇതാണ് സക്യുലൻസിൻ്റെ ഫ്ലവർ. കണ്ടിട്ടില്ലാത്തവരൊക്കെ കണ്ടോളൂ. കാരണം നമ്മുടെ കയ്യിലുള്ള സക്യുലൻസൊക്കെ ഫ്ലവർ ചെയ്യുന്നത് വളരെ റയറായിട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് സക്യുലൻസിൻ്റെ ഫ്ലവേഴ്സ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. പിന്നെ ഇത് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ. പിന്നെ ഇലമുളച്ചി എന്ന് പറഞ്ഞൊരു ചെടിയുടെ തന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് വെറൈറ്റീസിലുള്ള സക്യുലൻസ്. പിന്നെ ഇത് കാക്ടസ് ആണ്. ഈ കാക്ടസിലും ഫ്ലവർ ഉണ്ട് കേട്ടോ. ഇതേ കണ്ടോ, വൈറ്റ് കളറിലുള്ള ഫ്ലവേഴ്സ്. ഇതൊക്കെ നഴ്സറിയിൽ വരുമ്പോഴേ കാണാൻ പറ്റുള്ളൂ. എൻ്റെ കയ്യിൽ കുറച്ച് കാക്ടസ് ഉണ്ട്, അതിനൊന്നും ഇതുവരെ ഫ്ലവർ ഉണ്ടായിട്ടില്ല. പിന്നെ ഈ ഒരു പ്ലാന്റ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ ആ ഗ്രീൻ കളറിലുള്ള പ്ലാന്റിലും അങ്ങനെ ഒരു തിരി പോലെ നിൽക്കുന്നത് അതിൻ്റെ ഫ്ലവേഴ്സാണ്. പിന്നെ ഇതും വളരെ ക്യൂട്ടായിട്ടുള്ള സക്യുലൻസ് ആണ്. ഈ കാണുന്ന കാക്ടസിന് 100 രൂപയാണ് വില. അപ്പോൾ നമുക്ക് കിട്ടുമ്പോൾ ഏകദേശം 200-250 ആ ഒരു റേഞ്ചിലാണ് ഇത് കിട്ടുക. അത്രയും വ്യത്യാസമാണ് ഇവിടുത്തെ ഹോൾസെയിലായിട്ട് വാങ്ങുമ്പോൾ ഉള്ളത്. പിന്നെ 75 രൂപയ്ക്കാണ് ഈ ടൈപ്പിലുള്ള കാക്ടസുകളെല്ലാം കിട്ടുന്നത്. പിന്നെ ഒരുപാട് കാക്ടസിൻ്റെ വലിയ കളക്ഷൻസാണ് ഇവിടെ ഉള്ളത്. നമ്മൾ കാണാത്ത പലതരം കാക്ടസുകളൊക്കെ ഇവിടെ ഉണ്ട്. ഇതിനൊക്കെയും 50-60 ആ റേഞ്ച് മറ്റേ ഉള്ളൂ ഹോൾസെയിലായിട്ട് വാങ്ങുമ്പോൾ. പിന്നെ ഇതും അഗ്ലോണിമ പ്ലാന്റ്സ് ആണ്. പലതരത്തിലുള്ള അഗ്ലോണിമ ഉണ്ട്. ഇതിനും 75-80 രൂപയാണുള്ളത്. നമുക്ക് കിട്ടുമ്പോൾ 300 സംതിങ് ഒക്കെയാണ് ഇതിൻ്റെ ഒറ്റയ്ക്കുള്ള വില. പിന്നെ ഈ ടൈപ്പ് സക്യുലൻസിനും എല്ലാത്തിനും ആ റേഞ്ച് 100 റുപ്പീസിന് താഴെയാണ് ഹോൾസെയിലായിട്ട് എടുക്കുമ്പോൾ ഉള്ളത്. പിന്നെ ഇത് സ്ട്രിങ് ഓഫ് പേൾസ്, സ്ട്രിങ് ഓഫ് ബനാന എന്ന് പറയുന്ന സക്യുലൻസിൻ്റെ ഒരു കളക്ഷനാണ്. പിന്നെ ഇതിൻ്റെ പേരെനിക്കറിയില്ല കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. ആ തിരി പോലെ കാണുന്നതൊക്കെ അതിൻ്റെ ഫ്ലവേഴ്സാണ്.
പിന്നെ കലാഞ്ചിയ പ്ലാന്റ്സ്, ഒരു റോ മൊത്തം കലാഞ്ചിയ പ്ലാന്റ്സ് ആണ്, പലതരത്തിലുള്ളത്. റെഡ്, റോസ്, യെല്ലോ, അങ്ങനെ പലതരത്തിലുള്ള കലാഞ്ചിയ പ്ലാന്റ്സിൻ്റെ കളക്ഷൻസ് ഉണ്ട്. എല്ലാം കൂടി ഇരിക്കണ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. പിന്നെ ഇത് പിറ്റൂണിയാണ്. ഇതിന് 30 രൂപയാണ് ഹോൾസെയിൽ വില. മറ്റേ സാധാരണ ഒറ്റയ്ക്ക് വാങ്ങുമ്പോൾ അതിന് ഏകദേശം ഒരു 80-90 വിലയുണ്ട്. പിന്നെ ഇത് ഹൈഡ്രാഞ്ചിയാണ്. ഹൈഡ്രാഞ്ചിയ ഫ്ലവേഴ്സിൻ്റെ ഒക്കെ കളറ് മാറി നിൽക്കുന്നുണ്ട്. ഇത് വൈറ്റ് കളറാണ്. അതുപോലെ റോസ്, വയലറ്റ്, അങ്ങനെ ഒരു റോ മൊത്തം ഹൈഡ്രാഞ്ചിയയുടെ ചെടികളാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഹാങ്ങിങ് പ്ലാന്റ്സും ഉണ്ട്. ഒരുപാട് ടൈപ്പിലുള്ള ഹാങ്ങിങ് പ്ലാന്റ്സ് ഉണ്ട്. ഇത് ചൈനീസ് ബാൽസ് ആണ്. അതിൻ്റെയും പലതരത്തിലുള്ള ഫ്ലവേഴ്സ് ഉണ്ട്. ഇത് ജെറേനിയം എന്ന് പറഞ്ഞൊരു ഫ്ലവേഴ്സാണ്. നല്ല മനോഹരമായിട്ടുള്ളൊരു ഫ്ലവേഴ്സാണ് ഈ ജെറേനിയം. അതിൻ്റെ തന്നെ വൈറ്റും റോസും അതുപോലെ റെഡ് കളറിലുള്ള ജെറേനിയംസ് ഉണ്ട്. പിന്നെ വേറൊരു റോയിലും നിറയെ കലാഞ്ചിയയുടെ ചെടികളാണ്. എല്ലാതും നല്ല പൂത്ത് നല്ല മനോഹരമായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ ഇത് ആന്തൂറിയംസ് ആണ്. പിന്നെ ഈ ഒരു ചെടിക്കൊക്കെ 60 രൂപയാണുള്ളത്. നമുക്ക് കിട്ടുമ്പോൾ അത് കൂടുതലാവുന്നു മാത്രം. പിന്നെ ഇതൊക്കെ ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ്. പിന്നെ മണി പ്ലാന്റിൻ്റെ കളക്ഷൻസ്, ഇത് മോൺസ്റ്ററയുടെ കളക്ഷൻ. പിന്നെ ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ ഇങ്ങനെ നിലത്ത് ഇവിടെ വെച്ചോക്കാണ്, നിറയെ ഇങ്ങനെ ഇട്ടിട്ട് അങ്ങനെ ചട്ടികളായിട്ട് തന്നെ വാങ്ങാനായിട്ട് പറ്റും ഹോൾസെയിലിന്. പിന്നെ ഈ പ്ലാന്റ് നല്ല ഭംഗിയുണ്ട് കേട്ടോ. അതിൻ്റെ പേരെനിക്കറിയില്ല. ഒരു സക്യുലൻ്റ് വിഭാഗത്തിൽ പെട്ട ഹാങ്ങിങ് പ്ലാന്റ് ആണെന്ന് തോന്നുന്നു. പിന്നെ ഫിലഡൻഡ്രോൺ, പിന്നെ സ്നേക്ക് പ്ലാന്റിൻ്റെ തന്നെ മിക്കവും എല്ലാ വെറൈറ്റീസും ഇവിടെ ഉണ്ടെന്ന് തന്നെ പറയാം. ഇത് അഗ്ലോണിമയാണ്. പിങ്ക് കളറിലുള്ള അഗ്ലോണിമാസ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് കേട്ടോ, ഒരുമിച്ചിങ്ങനെ കാണുമ്പോഴേ. പിന്നെ ഇത് കോളിയസിൻ്റെ പ്ലാന്റ്സ് ഒന്നും അത്ര ഹെൽത്തി ആയിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ ഇത് സ്നേക്ക് പ്ലാന്റിൻ്റെ ഒരു സെക്ഷനാണ്. ഒട്ടുമിക്ക എല്ലാ വെറൈറ്റീസിലുള്ള സ്നേക്ക് പ്ലാന്റ്സും ഇവിടെ ഉണ്ട്. നല്ല ഇതാണ് കാണാനായിട്ട്, നല്ല ഭംഗിയാണ് ഈ സ്നേക്ക് പ്ലാന്റ്സ് കാണാനായിട്ട്. പിന്നെ ഇതൊരു ടൈപ്പ് അഗ്ലോണിമാസ് ആണ് ഇവിടെയുള്ള ഈ സൈഡിലൊക്കെ ഇരിക്കുന്നത്. പിന്നെ ഇത് ബേർഡ്സ് നെസ്റ്റ് ഫേണാണ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ ഇത് ജമന്തി. പിന്നെ ക്രിപ്റ്റാന്തസുകളുടെ ഒരു 2 റോ നിറയെ ക്രിപ്റ്റാന്തസ് ആണ്. പിന്നെ എല്ലാ ചെടികളുടെയും പേര് പറയാമെന്ന് കഴിഞ്ഞാൽ കഴിയില്ല. എല്ലാതൊന്നും ഞങ്ങൾക്ക് വീഡിയോയിൽ പകർത്താനും പറ്റിയിട്ടില്ല. ഒരുപാട് പ്ലാന്റ്സ് ഉണ്ടായിരുന്നു വെറൈറ്റീസിലുള്ളത്. ഇത് ജെയ്ഡ് പ്ലാന്റ് ആണ്. പിന്നെ അലോക്കേഷ്യയുടെ പ്ലാന്റ്സ് ആണ്. ഇതിന് 100 രൂപയുണ്ട് കേട്ടോ ഹോൾസെയിൽ വില. നമുക്ക് കിട്ടുമ്പോൾ നല്ല റേറ്റ് ആയിരിക്കും അതിനൊക്കെ. പിന്നെ ഈ ബേർഡ്സ് നെസ്റ്റ് ഫാനിന് ഹോൾസെയിൽ വില 200 റുപ്പീസാണ്. നമുക്ക് കിട്ടുമ്പോൾ അത് 400-500 രൂപയ്ക്കാണ് ഇവർ കൊടുക്കുന്നത്. അതാണ് ഇത്ര വില. പിന്നെ ക്രിപ്റ്റാന്തസിലും പൂക്കൾ ഉണ്ടായിട്ടുണ്ട്. നല്ല വൈറ്റ് കളർ ഫ്ലവേഴ്സാണ് കേട്ടോ ഈ ക്രിപ്റ്റാന്തസിൽ ഉണ്ടാവുക. പിന്നെ ഇത് പോയിൻസെറ്റിയ പ്ലാന്റ്സ് ആണ്. പിന്നെ ഡ്രസീനയുടെയും ഒരുപാട് കളക്ഷൻസ് ഉണ്ട്.
ഇത് ക്രോട്ടൻ്റെ പ്ലാന്റ്സ് ആണ്. ക്രോട്ടൻ്റെ ഈ ഒരു വെറൈറ്റി മാത്രം ഞാനിവിടെ കണ്ടിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് പാംസാണ്. പാംസിൻ്റെ ഒരു വലിയ കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട്. നിറയെ ഒരുപാട് ചട്ടികളിൽ നിറയെ പാമുകളാണ് ഇവിടെ ഉള്ളത്. ഇവിടെ പിന്നെ ഒരുപാട് തൊഴിലാളികളുണ്ട്, അവർക്ക് യൂണിഫോംസൊക്കെ ഉണ്ട്. അവരെല്ലാവരുമാണ് ഇവിടെ റിപ്പോർട്ടിങ്ങും പ്രൊപ്പഗേഷനും ഒക്കെ നടത്തുന്നത്. അപ്പോൾ നമ്മൾ ഇതൊക്കെയാണ് ഈ ഹോൾസെയിൽ പ്ലാന്റ് ഏരിയ എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ഒരു മരം കണ്ടുട്ടോ. ഇവിടെ ഇങ്ങനത്തെ ഒരുപാട് മരങ്ങളുണ്ട്. ഇത് എന്ത് മരമാണെന്ന് അറിയില്ല, നിറയെ മുള്ളുള്ള ഒരു തരം മരമാണ്. ഇങ്ങനത്തെ വെറൈറ്റികളുള്ള മരങ്ങളൊക്കെ കണ്ടായിരുന്നു, ഒന്നും വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. പിന്നെ നമ്മളവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഈ ഒരു ഏരിയ ആണ് കാണുന്നത്. ഇവിടെയാണ് ശരിക്കും നമുക്ക് വാങ്ങാൻ പറ്റുന്ന നഴ്സറി. നമുക്കൊക്കെ പ്ലാന്റ്സ് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇവിടെ പോയിട്ടാണ് നമുക്ക് പ്ലാന്റ്സ് വാങ്ങാനായിട്ട് പറ്റുക. ആൾക്കാർക്ക് വാങ്ങാനുള്ള ഹോൾസെയിൽ അല്ലാത്ത റീറ്റെയിലായിട്ട് വാങ്ങുന്നൊരു നഴ്സറിയാണിത്. അപ്പം ഈ നഴ്സറിയുടെ വിശേഷങ്ങളും ഇവിടുത്തെ ഫ്ലവേഴ്സും ഒക്കെ അടുത്ത ഭാഗത്തിൽ കാണിക്കാം. അപ്പോൾ ഇനി പാർട്ട് 3ക്കായി വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പം ഇനി അടുത്തൊരു വീഡിയോയിലായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.